നേരത്തെ പുൽവാമയിൽ ഭീകരാക്രമണം നടത്തിയ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഇന്ത്യയാണ് ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ആവശ്യം ഉന്നയിച്ച ലോകരാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ വിജയമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. പുൽവാമ ആക്രമണത്തിന് കാരണക്കാരനായ അസ്ഹറിനെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നാണ് അവർ ഇപ്പോൾ പറയുന്നത്. സ്വത്തുക്കൾ കണ്ടുകെട്ടണം എന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ മസൂദ് അസ്ഹറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണം എന്ന ആവശ്യത്തിൽ പ്രമേയം കൊണ്ടുവരുമെന്ന് ഫ്രാൻസ് അറിയിച്ചിരുന്നു. അതേസമയം മസൂദ് അസ്ഹറിനെതിരായ ഈ നീക്കത്തിനെതിരെ ചൈന എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇപ്പോൾ ലോകം കാത്തിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങൾ കൊണ്ടുവന്നപ്പോൾ അവർ അതിനെ എതിർക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. അതേസമയം ഭീകരർക്കെതിരെ പാകിസ്ഥാൻ നടപടിയെടുക്കില്ല എന്ന് ഉറപ്പായതുകൊണ്ടാണ് വ്യോമാക്രമണം നടത്തിയതെന്നാണ് ഇന്ത്യ വിശദീകരിക്കുന്നത്. ഇത് പാക് സൈന്യത്തിനോ ജനങ്ങൾക്കോ എതിരായ ഒരു നടപടി ആയിരുന്നില്ല എന്നും ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ സുഷമ സ്വരാജ് ഉന്നയിച്ചിരുന്നു. ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മൗലാന മസൂദ് അസ്ഹറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നതിനുള്ള നീക്കത്തിന് തടസ്സം നിന്നത് ചൈനയാണ്. അതുകൊണ്ട് തന്നെ ചൈനീസ് പ്രതിനിധി വാങ്ങിയുമായുള്ള ചർച്ചയിൽ സുഷമ സ്വരാജ് ഇക്കാര്യം അഭ്യർത്ഥിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചൈനയുടെ ഭാഗത്തുനിന്നും അനുകൂല നിലപാടും ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യയും. അതേസമയം നയതന്ത്ര തലത്തിൽ പാകിസ്ഥാന്റെ മുഖം തുറന്നു കാട്ടാനാണ് ഇന്ത്യയുടെ ശ്രമം. ഇതിനിടയിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം യുദ്ധത്തിലേക്ക് നീങ്ങരുതെന്ന ആവശ്യം ഉന്നയിച്ച അനേകം ലോകരാജ്യങ്ങളും രംഗത്ത് വരുന്നുണ്ട്. ഒരുപക്ഷെ മസൂദ് അസ്ഹറിനെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള ശക്തമായ നടപടികൾക്ക് അയവ് വരുമെന്നും ലോകരാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ലോകരാജ്യങ്ങൾ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ തീവ്രവാദത്തിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെയും നേതാവ് മസൂദ് അസ്ഹറിനെയും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഒന്നിച്ചു പറയുന്നത്. ജെയ്ഷെ മുഹമ്മദിനെ വിലക്കണമെന്ന നിർദ്ദേശവുമായി അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നിവർ ഇപ്പോൾ മുൻപോട്ട് വന്നിരിക്കുകയാണ്. അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സമ്മർദ്ദാന്തരീക്ഷത്തിൽ പൂഞ്ചിലെ ഇന്ത്യൻ സൈനിക പോസ്റ്റിന് നേരെ വീണ്ടും വെടിവയ്പ് ഉണ്ടായി. ഇതിനിടെ ശക്തമായി തന്നെ ഇന്ത്യൻ സൈന്യവും തിരിച്ചടിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷ സാഹചര്യത്തെ മുതലെടുത്ത് രാജ്യാന്തര സമ്മർദ്ദം ശക്തമാക്കിയിട്ടും ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ഇത്തരത്തിൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ. യുദ്ധസമാനമായ സാഹചര്യത്തിലും കരുതലോടെ സംയമനത്തോടെയാണ് ഇന്ത്യയുടെ നീക്കം. ഇതിനെ ഒരു സൈനിക നടപടിയായി തന്നെ കാണണം എന്നാണ് ഇന്ത്യ പലവട്ടം ആവശ്യപ്പെടുന്നത്. അതേസമയം പാകിസ്ഥാൻ പ്രത്യാക്രമണം നടത്തിയത് സേനാ പോസ്റ്റുകൾ ലക്ഷ്യമിട്ടാണെന്നതും സൈനിക നീക്കമായി ഇതിനെ കാണണം എന്നുള്ള ആവശ്യം ഇന്ത്യ ഉന്നയിച്ചിരിക്കുകയാണ്. മിഗ് വിമാനത്തിന്റെ പൈലറ്റായ വിംഗ് കമാൻഡറെ സുരക്ഷിതമായി വിട്ടുകിട്ടണമെന്ന ഉറച്ച നിലപാടും ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ രാജ്യാന്തര ഉടമ്പടിക്ക് അനുസൃതമായി പ്രവർത്തിക്കാൻ പാകിസ്ഥാൻ വിസമ്മതിച്ചാൽ സാഹചര്യം കൂടുതൽ വഷളാകും എന്ന മുന്നറിയിപ്പും ഇന്ത്യ നൽകുന്നുണ്ട്. ഇതിനിടയിൽ പാക് പിടിയിലായ പൈലറ്റ് അഭിനന്ദ് വർദ്ധനെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പങ്കെടുക്കുന്നതിനാൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന് പാകിസ്ഥാൻ അറിയിച്ചിരുന്നു. മാർച്ച് 1-2 തീയതികളിൽ അബുദാബിയിൽ നടക്കുന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ സമ്മേളനത്തിലാണ് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിനെ വിശിഷ്ടാതിഥിയായി ക്ഷണിച്ചിരുന്നത്. ഇന്ത്യൻ മന്ത്രി മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നതിനാലാണ് പിന്മാറ്റമെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കി. സുഷമയെ ക്ഷണിച്ച നടപടി പിൻവലിക്കണമെന്ന് UAE വിദേശകാര്യ മന്ത്രാലയത്തെ പാകിസ്ഥാൻ സമീപിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യം മന്ത്രാലയം തള്ളുകയായിരുന്നു. വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി ഇസ്ലാമാബാദിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പാകിസ്ഥാന്റെ ആവശ്യം UAE അംഗീകരിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.